നമുക്ക് എല്ലാവർക്കും ആമസോൺ അറിയാം അല്ലേ, ഫ്ലിപ്കാർട്ട് അറിയാം. നേരെ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്, കാരണം ടൈം ഷോർട്ടേജ് ആയതുകൊണ്ട് മാക്സിമം നമുക്ക് കവർ ചെയ്യാം. സോ ഐ തിങ്ക് നമ്മളെല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അടുത്ത വീട്ടിൽ നടക്കുന്നതൊക്കെ നമുക്കറിയും, നമ്മുടെ വീട്ടിൽ നടക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്നൊരു കാലമാണ്. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഗവൺമെൻറ് ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ജെം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, അതിലാരും വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ് ഗവൺമെൻറ് സൈഡിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഐ ആം നോട്ട് ഇൻ ടു സം ടെക്നിക്കൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് വേണ്ട എന്ത് സംഭവമാണ് ഞാൻ ചെയ്യണേന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിൽ ഒരു ലോക്കൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട മുതൽ യു ക്യാൻ സെൽ ത്രൂ ജെം. ദാറ്റ് ടു കോടികളുടെ ബിസിനസ്സാണ് നടക്കണേ. യു വോണ്ട് ബിലീവ്. അതിനുവേണ്ടി നിങ്ങൾക്കൊരു ഫാം വേണമെന്നില്ല. ഫാം ഉള്ള ഒരാളുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക ആൻഡ് ഗീവ് ഇറ്റ് ടു ഡിഫെൻസ്. നിങ്ങൾക്കറിയാമല്ലോ, ഡിഫെൻസിൽ റേഷനിൽ കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ സംഭവം, പോൾട്രി ഫാമിംഗ് പ്രോഡക്റ്റ്സ് എല്ലാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് MSMEക്ക് തരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ കിട്ടുന്നത് ആർക്കാണെന്നറിയോ? മൈക്രോ എൻ്റർപ്രനേഴ്സിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുന്ന പേടി എന്താണ്? നമുക്കൊരു ഇൻട്രാക്റ്റീവ് ആക്കാം കേട്ടോ. ഇങ്ങനെ ക്ലാസ് പോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും ടെൻഷനാവും, പറഞ്ഞുതരാൻ സോറി. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി എന്താണ് പേടി ഗവൺമെൻറ്റായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ? പേയ്മെൻ്റ് അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ഗവൺമെൻറ് ജെമ്മിൽ കൂടെ നിങ്ങൾ ബിസിനസ് ചെയ്താലേ 15th day the product or services delivery, the 15th day you will get a credit. ഇത് അനുഭവിച്ചിട്ടാട്ടോ പറയുന്നത്. ഐ എം നോട്ട് ടെല്ലിങ് ഇൻ എക്സാഗ്രേറ്റിംഗ് എനിത്തിങ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ജെമ്മിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെം സഹായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജെം സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജെമ്മിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് ഒരു ജെം സഹായി എന്ന് പറഞ്ഞൊരു പോർട്ടൽ, അതൊന്ന് ടിക്കറ്റ് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഷിപ്പ് യാർഡിലേക്ക് കൊടുത്താൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബാങ്ക് ടൈമിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരും. അറിയോ? ദെൻ വൈ യു ആർ വെയിറ്റിംഗ് എന്നുള്ളതാണ് ഗവൺമെൻറ് ചോദിക്കണത്. എന്തായാലും വരാത്തതെന്ന്. ഇപ്പോൾ റീസെൻ്റ്ലി അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് വരെ ജെമ്മിൽ കൂടെ പ്രൊക്യൂർമെൻറ്റ് തുടങ്ങി. അതായത് ജെമ്മിൽ പെൻസിൽ, റബ്ബർ, സ്കെയില്, പേപ്പർ. നിങ്ങൾക്കറിയാലോ, നമ്മളുടെയൊക്കെ സ്ഥാപനത്തിൽ നമ്മൾ പോലും എനിക്ക് തോന്നണില്ല സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പർ? വെരി ഗുഡ്. നോർമലി ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എത്ര പേപ്പർ വാങ്ങിക്കുന്നുണ്ട്, പെൻസിൽ വാങ്ങിക്കുന്നുണ്ട്? ഒരു കൺട്രോളും ഇല്ല. സോ കോടികളുടെ ബിസിനസ്സാണ് ഈ പെൻസിലും പേപ്പറും റബ്ബർ. അതിന് നിങ്ങളൊരു മാനുഫാക്ചറർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. യു ക്യാൻ ബി എ റീസെല്ലർ. യെസ്. സോ കം ബാക്ക്. ജെം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്ലാറ്റ്ഫോമാണ് gem.gov.in. ഓക്കെ, അതിൽ പ്രൈവറ്റായിട്ട് കുറേ കയറി വരും, വളരെ ശ്രദ്ധിക്കണം. gem.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ഈ ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു സെല്ലറായിട്ടാണ് കയറേണ്ടത്. അതിൽ ബയറായിട്ട് ഓൺലി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ ഡ്യൂ ടു സം പൊളിറ്റിക്കൽ ദിസിങ് ഏതോ 2 ഡിപ്പാർട്ട്മെൻറ്റോ മാത്രമേ കയറിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി സെൻട്രൽ ഗവൺമെൻറ് ഓൾമോസ്റ്റ് ഒരു 80% പ്രൊക്യൂർമെൻറ്റ് ഇസ് ഡൺ ത്രൂ ജെം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെല്ലറായിട്ടാണ് കയറട്ടെ. സോ സെല്ലറായിട്ട് കയറുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേഗം. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിങ്ങളുടെ പാൻ, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇതെല്ലാം ഒ ടി പി വന്നിട്ടായിരിക്കും നിങ്ങൾ വാലിഡേഷൻ ഫുൾ ചെയ്യുന്നുണ്ടാവുക. സപ്പോസ് യുവർ ഓർഗനൈസേഷൻ ഇസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ദെൻ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ജെമ്മിൽ ഒരൊറ്റ പിന്നെന്താ? യെസ്, അതാ പറഞ്ഞത്. ബേസിക്കായിട്ട് ഒരു പാനും ആധാറും എടുത്ത് നമ്മളൊരു പ്രൊപ്രൈറ്ററി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വുഡ് ഹാവ് ടേക്കൺ ദ ഉദ്യം രജിസ്ട്രേഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ അതിൽ ഞാനൊന്ന് പതുക്കെ ഡൈവേർട്ട് ചെയ്യാണ്. ഈ ഉദ്യം രജിസ്ട്രേഷൻ എടുത്ത ആരൊക്കെ ഉണ്ട് ഇവിടെ? നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തെങ്കിലും അറിയോ? അറിയില്ല. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും നമ്മളുമായിട്ടുള്ളൊരു 1 point കോൺടാക്റ്റ് ആണ് ആക്ച്വലി. ഓക്കെ,
ഇതിൽ നിങ്ങളൊന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചു വേണമെങ്കിൽ. champions.gov.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് വെബ്സൈറ്റ് മാത്രമല്ല, ഇതൊരു മെയിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എവിടെ ഇപ്പോൾ ഈ റൂമിലിരിക്കുന്ന നമ്മളെല്ലാവരും പല പല ബിസിനസ്സായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സംശയങ്ങളായിരിക്കും. ക്ലിയർ? ഇപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നാൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ചാമ്പ്യൻസിലോട്ട് നിങ്ങൾക്കൊരു മെയിൽ വിട്ടാൽ 48 hours യു വിൽ ഗെറ്റ് എ റിപ്ലൈ ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. Champions, CHAMPIONS, champions.gov.in. ഇതൊരു വെബ്സൈറ്റാണ്, ഇതൊരു മെയിൽ ID ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ മെയിലിലേക്ക് നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ്, നിങ്ങളുടെ ഒപ്പീനിയൻസ്, സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ ചോദിക്കാം. ഒരാളെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് 48 hours നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 48 hours സെൻട്രൽ ഗവൺമെൻറ് മീൻസ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ. നമ്മൾക്ക് ഒരു 4 വർഷം മുമ്പ് വരെ ഇതൊന്നും വിചാരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങളൊരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി, അറിയാമല്ലോ അല്ലേ, എല്ലാവരും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബാങ്കിൻ്റെ ബെനിഫിറ്റ് കിട്ടാനാണ്. കറക്റ്റ്? ബാങ്കിൽ പോയിട്ട് നിങ്ങളെ ഇങ്ങനെ നോക്കിയിട്ട് ബാങ്ക് മാനേജർ പറയുന്നത് സോറി നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. ബിക്കോസ് മാനേജറിന് നമ്മുടെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒന്നും പറയണ്ട, ജസ്റ്റ് ചാമ്പ്യൻസിൽ കയറിയിട്ട് ജസ്റ്റ് ഗീവ് യുവർ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേരോ നിങ്ങളുടെ കമ്പനിയുടെ പേരോ ഒരു ഐഡൻറ്റിറ്റിയേ അല്ല. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ നമ്പറാണ് സബ്ജക്റ്റിൽ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അത് വെച്ചിട്ട് നിങ്ങൾ പുട്ട് എ കംപ്ലയിൻറ്റ്. അത് എനി ലാംഗ്വേജ്, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴ് തെലുങ്ക് എന്ത് ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിക്കോ. 48 hours നിങ്ങളുടെ ഈ കംപ്ലയിൻറ്റ് വിൽ ഗോ ടു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ നിന്ന് റിപ്ലൈ വിൽ ഗോ ടു ദ ബാങ്ക് ആൻഡ് നമ്മുടെ ഇൻബോക്സിലേക്ക് റിപ്ലൈ വരും. വൈ? ബാങ്ക് മാനേജറോട് ചോദിക്കുന്നതാ എന്തുകൊണ്ട് കൊടുത്തില്ല. എന്ത് മനോഹരമായിട്ടുള്ള ആചാരം അല്ലേ. നമ്മൾ എന്താ ചെയ്യുക സാധാരണ? നമ്മളവിടെ സ്റ്റക്കായിട്ട് നമ്മൾ പിന്നെ അടുത്ത ബാങ്കിൽ പോവും. ഒന്നും ആവശ്യമില്ല. നിങ്ങളിതൊന്ന് പരീക്ഷ നോക്കിയിട്ട് പറയും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കില്ലേ ഇനി റിപ്ലൈ തന്നു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പുട്ട് എ റിപ്ലൈ, വി ആർ നോട്ട് ക്ലിയർ അബൌട്ട് യുവർ ഡൗട്ട്സ്, പ്ലീസ് ക്ലാരിഫൈ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. നല്ലതാണോ? യെസ്. ഇതെപ്പോഴും എന്താ പറ്റണമെന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നു. അറിയാതെ പോകുന്നതിൻ്റെ 80% പ്രോബ്ലം നമ്മുടെ തന്നെയാണ്. എന്താ അത്? ഒരു ഓപ്പൺ മൈൻഡിലല്ല നമ്മൾ നിൽക്കണേ, ഒരു ക്ലോസ്ഡ് മൈൻഡിലാണ് നിൽക്കണേ. ഗവൺമെൻറ്റിൻ്റെ നിന്ന് ടാക്സ് എടുക്കണോ, നമ്മളെ കുറേ പീഡിപ്പിക്കുന്നുണ്ട്, അവർ നമുക്കൊന്നും തരുന്നില്ല, ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കണേ. പക്ഷെ അതൊന്ന് മാറ്റി ഒന്ന് പിടിച്ചു നോക്കിയേ, ഒരുപാട് ഡോർ ഓപ്പൺ ആണ് നമ്മൾക്ക്. ആൻഡ് ഈ പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതെല്ലാം ഇല്ലാണ്ടാവും. റൈറ്റ്? സോ ഞാൻ പറയാം നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യണം. ഒരു കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും എന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് ആക്റ്റീവായിട്ട് വരിക. ആൻഡ് ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല. ഈവൻ ലോണൊക്കെ റിവൈവ് ചെയ്ത് കൊടുക്കാത്ത പല MSME ആൾക്കാരും ലെറ്റർ അയച്ചിട്ട് അവർക്ക് RBIയുടെ ചാമ്പ്യൻസിൽ നിന്ന് RBIയിലേക്ക് വരെ മെയിൽ പോയിട്ടുണ്ട്. ഡു സംതിങ് ഓൺ ദിസ് കേസ്, പ്രയോറിറ്റി. ഇതൊക്കെ നമ്മളെ അങ്ങനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സർവീസ് നമ്മുടെ ഗവൺമെൻറ് തരുന്നുണ്ട്. ഓക്കെ, സോറി കേട്ടോ, ഞാൻ BJP ഔട്ട്സ്പോക്കൺ ഒന്നുമല്ലേ, സെൻട്രൽ ഗവൺമെൻറ്റിന് പറയുന്നുള്ളൂ, അതെല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്തതാ. റിയലി സോറി. സോ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉദ്യം രജിസ്ട്രേഷൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഉദ്യം രജിസ്ട്രേഷൻ്റെ ബെനിഫിറ്റിൽ ഒന്ന് നമ്മുടെ ഈ ചാമ്പ്യൻസ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ്, നിങ്ങൾക്കറിയോ ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഗവൺമെൻറ് പൈസ തരും. അറിയോ ആർക്കെങ്കിലും? യെസ്. ഇൻ്റർനാഷണൽ എക്സിബിഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കൊളാബറേറ്റ് ചെയ്യാം, നമുക്കല്ലെങ്കിൽ പഠിക്കാം. അതിനൊക്കെ ഈ ഉദ്യം രജിസ്ട്രേഷൻ്റെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. നോർമലി എന്താ ചെയ്യുക, എല്ലാവരും ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ട് മിണ്ടാതിരിക്കും. ഇതിൻ്റെ എല്ലാ മെസ്സേജ് നിങ്ങളുടെ സ്പാമിൽ പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഡു നോട്ട് റിപ്ലൈ. അത് ബൾക്ക് മെസ്സേജ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വല്ല ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ ഗോ ടു സ്പാം. ഒരു മൊബൈൽ നമ്പറിൽ ഒരു സർട്ടൺ നമ്പർ ഓഫ് കൂടുതൽ കോൾസ് ബൈ ഡിഫോൾട്ട് സ്പാം ചെയ്യുന്നത്. അത് ഓഫീസിന്റെ നമ്പർ ആണെങ്കിൽ പോലും നമുക്കിപ്പോ ഞാൻ അൺഫോർച്യൂനേറ്റ്ലി 5 സ്റ്റാർട്ട് ടേക്കിംഗ് സ്പാം കോൾസ് മിക്കവാറും 70% ഇപ്പോൾ സ്പാം അല്ല.
അതാ കറക്റ്റ്. ചിലപ്പോൾ നമ്മുടെ തന്നെ ബാങ്കിങ് മാനേജർ വിളിച്ച സ്പാമായിട്ട് കാണിക്കും. യെസ്, കാരണം നമുക്ക് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഉദ്യമ രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിനെ കൊണ്ടായിരിക്കും എടുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തു. വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷമ നല്ലോണം വേണം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അപ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും, അയ്യോ നമ്മുടെ സമയം മുഴുവൻ പോകുന്നു. പക്ഷേ ഉണ്ടല്ലോ അതിൽ വാല്യൂ ഉണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയാം. കാരണം നമ്മുടെ കുട്ടിയെ പറ്റി നമ്മൾക്കല്ലേ പറയാൻ പറ്റുക ഏറ്റവും കൂടുതൽ, അതോ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനാണോ പറയാൻ പറ്റുക? ഇറ്റ്സ് ലൈക്ക് അവർ ബേബി, നമ്മുടെ സംരംഭം എന്ന് പറയണേ. കറക്റ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ, ഇത് ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളത് അതിന് അപ്പുറം നമ്മുടെ കുട്ടീനെ നോക്കാൻ നമ്മൾ പ്ലേ സ്കൂളിൽ വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, അല്ലേ എന്താ ചെയ്യണേ, കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ ആയിരിക്കണം ആരെ ഏൽപ്പിച്ചാലും നമ്മളൊരു ക്രോസ് ചെക്കിങ് വേണം. ഈ ഉദ്യമ രജിസ്ട്രേഷനിൽ മിക്കവാറും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അതിൽ കുറച്ച് സർവീസസും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഇതിൽ ഏതെങ്കിലുമൊക്കെ അവർ സെലക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം നമുക്കത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ. കാരണം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, സോ വൺ ഈസ് എക്സിബിഷൻ ലോക്കലി. നിങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹിയിൽ ഒരു എക്സിബിഷൻ നടന്നു, ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ ട്രാവലിംഗ് ഫ്രീ, നിങ്ങളുടെ അക്കോമഡേഷൻ ഫ്രീ, നിങ്ങളുടെ ടേബിൾ സ്പേസ് ഇസ് ഫ്രീ. ഇനി എന്താ നിങ്ങൾക്ക് തരണ്ടേ പറയൂ? ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് എല്ലാവരും ഒന്ന് ഫോണിലേ MSME മാർട്ട് ഒന്ന് എടുക്കാമോ? MSME മാർട്ട്, MART ഒന്ന് എടുത്തേ. നമ്മൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നെറ്റ്വർക്കിങ്ങിന് പോകുന്നത് നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിനാണ് അല്ലേ? അതേപോലെ തന്നെ ഗവൺമെൻറ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് MSME മാർട്ട്. ഈ നാഷണൽ ലെവലിൽ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസസോ വിസിബിളാക്കാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിലൊരു ഒരു എന്താ പറയുക, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ പെയ്ഡ് വേർഷൻ ഉണ്ട്, അൺപെയ്ഡ് വേർഷൻ ഉണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് എ പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രിവിലേജ് കിട്ടും. ക്ലിയർ? അതായത് നിങ്ങളുടെ ഈ പ്രോഡക്റ്റോ സർവീസസോ റിലേറ്റഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം ഇൻ ടു കൺസൾട്ടൻസി, അപ്പോൾ ഈ ഞാനിതിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ കൺസൾട്ടൻസി വിഭാഗത്തിൽ ആര് ഇന്ത്യയിൽ എവിടെ ഈ ഇതിലേക്ക് ജോയിൻ ചെയ്താലും യു വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. അതെന്താ നമുക്ക് ഗുണമല്ലേ? വി ക്യാൻ കൊലാബറേറ്റ് ദം അല്ലേ? ചിലപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന് ചോദിച്ചാൽ നടക്കുമോ? ഒരു ഓപ്പൺ മൈൻഡ് എപ്പോഴും വേണം കേട്ടോ. ഗീവ് ആൻഡ് ടേക്ക്, ദാറ്റ് ഹാസ് ടു ബി ദെയർ. അത് ഞാൻ പറയാം. പിന്നെ പറഞ്ഞു കൊടുക്കുക, കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ വലുതാവില്ല. സോ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൽ ചില സമയത്ത് നാഷണൽ ലെവൽ ടെൻഡർ, ഇത് വൺ മോർ പ്രിവിലേജാണ്. MSME മാർട്ടിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെ എന്ത് ടെൻഡർ പബ്ലിക് സെക്ടറിലോ ഗവൺമെൻറ്റിലോ വരുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഇൻറ്റിമേഷൻ ഇൻ യുവർ ഇൻബോക്സ്. സോ ഈസി. അതിനുവേണ്ടി നിങ്ങൾ ഹിമാചൽ പ്രദേശ് പോകണ്ട, ഹരിയാനയിൽ പോകണ്ട. നല്ലതാണോ? യെസ്. അത് ശരിയൊന്നും കാണില്ല, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഇത് നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ്സ് ഫൈൻ. ഇതൊക്കെ ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ്. പെയ്ഡ് വരുന്ന എപ്പോഴാണെന്നറിയോ? ഇത് വേറെ എന്താ പറയുക, പൈറേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്ത് വെക്കുന്നു, അതിലൊക്കെ കയറി പോകുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഒന്നിനും പൈസ ഇല്ല കേട്ടോ. ക്ലിയർ? അപ്പോൾ ഇതൊരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഗവൺമെൻറ്റിൻ്റെ. ആൻഡ് ഇതിൽ പെയ്ഡ് വേർഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ രണ്ട് ബെനിഫിറ്റ് ഉദ്യമ രജിസ്ട്രേഷൻ്റെ പറഞ്ഞു. കം ബാക്ക് ടു ജെമ്മിൽ നിങ്ങളുടെ ഉദ്യമ രജിസ്ട്രേഷൻ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ചോദിക്കും. ഇപ്പോൾ സ്റ്റാർട്ടപ്പിന് ഒരുപാട് സപ്പോർട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം മുഴുവനും സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്സ് ആയിരുന്നു ജെമ്മിൽ കൂടെ. ഓക്കെ, നോർമലി നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ടെൻഡർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ബഞ്ച് ഓഫ് ഡോക്യുമെൻറ്റ്സ് അല്ലേ, ആരെങ്കിലും അങ്ങനെ ചെയ്ത് കണ്ട് ശീലമുണ്ടോ? മേ ബി എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലിയ കുറേ പേപ്പർ സെറ്റാക്കി അവിടെ ഇപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് ബിഡ് ഓപ്പൺ ആവണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ജെം ഇസ് സേവിങ് അവർ ടൈം. പിന്നെ ഈ ക്ഷമയോടെ ഇരിക്കണം എന്ന് പറഞ്ഞത്, ഈ പാനും ആധാറും ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് എല്ലാം വൺസ് യു ഹാവ് അപ്ലോഡഡ്, ഇനി നിങ്ങളുടെ ബിഡ് വരുന്ന സമയത്ത് ഇത് എഗെയിൻ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ബിഡ് ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതും നമ്മൾ നാഷണൽ ലെവലിൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് കേരളം മാത്രം നമ്മൾ നോക്കണ്ട. നമുക്കിപ്പോൾ ഡൽഹിയിലൊരു ബിസിനസ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഡു ഫ്രം ഹിയർ. അതിൻ്റെ ലോജിസ്റ്റിക്സും കാര്യങ്ങളും എല്ലാം നമുക്കതിൽ ആഡ് ചെയ്യാം.
ഓക്കെ, സോ അത്രയും ക്ലാരിറ്റിയിലാണ് അത് ചെയ്യണേ. ഇതിലെവിടെയാ അറിയോ ഈ രജിസ്ട്രേഷൻ സമയത്ത് സ്റ്റക്ക് ആവുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ പാൻ വാലിഡേഷൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ GST എടുക്കുന്ന സമയത്തോ? ഇല്ല. നിങ്ങളെല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ? അപ്പോൾ മേ ബി ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അറിയണ്ടാവും. ഈ ജെമ്മിൽ കയറുന്ന സമയത്ത് പാൻ വാലിഡേഷൻ ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സായിട്ട് പാൻ വാലിഡേഷൻ ഭയങ്കര നിർബന്ധമാണ്. അതായത് നമ്മൾ പാൻ എടുത്തിട്ടുണ്ടെങ്കിലും പാൻ വാലിഡേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ സംഭവിച്ചു, നമ്മുടെ എല്ലാവരുടെയും പ്രൊപ്രൈറ്ററി ആണെങ്കിലാണ് ഈ പ്രോബ്ലം വരുന്നത്. ഓക്കെ, 5ാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാനിൻ്റെ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റാണ്. ഇതൊരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, പ്രൊപ്രൈറ്ററി കൺസേൺ ആണെങ്കിൽ, ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പാൻ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങളുടെ പാനിൻ്റെ 5ാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാനിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തെ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റാണ്. അത് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കുക ആൾക്കാർ ഈ വാലിഡേഷൻ ചെയ്യാൻ. സോ ഒരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ സ്റ്റക്ക് ആവുന്നത് പാൻ വാലിഡേഷനിലായിരിക്കും. നെക്സ്റ്റ് സ്റ്റക്ക് ആവുന്നത് എവിടെയെന്നറിയോ? എല്ലാവരും വന്ന് പറയാറുണ്ട് കമ്പനി എന്ന് തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും 2017 തുടങ്ങി. ITR ഉണ്ടോ? GST അതൊന്നും ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് അങ്ങനെ പറയാറുണ്ടോ? ഞാൻ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിക്കണേ. പക്ഷെ അവരുടെ ബാങ്കിൽ കൂടി നടക്കുന്ന ട്രാൻസാക്ഷൻസ് കോടികളായിരിക്കും. ക്യാഷ് നിങ്ങൾ ചെയ്തു, ക്യാഷ് നിങ്ങൾ പറയണ്ട, അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ തന്നെ മാനേജ് ചെയ്തോളൂ. പക്ഷെ ബാങ്കിൽ 2 കോടിയിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് GST നില്ല് ഫയൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ജെമ്മിൽ കയറാൻ പറ്റില്ല. ഓക്കെ, GST ആൻഡ് ഇൻകം ടാക്സ് ടേൺ ഓവർ ഹാസ് ടു ബി സെയിം. ഇപ്പോൾ കുറച്ച് അവയർനെസ് ഒക്കെ വന്നുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഞാനിപ്പോൾ പറയും ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഫീസിൽ പോയിട്ട് എനിക്ക് അടുത്ത വർഷം എൻ്റെ മോളെ കല്യാണം ഏൽപ്പിക്കണം സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് ടേൺ ഓവർ കൂട്ടി തരണേ. നിങ്ങൾക്കറിയില്ല എങ്ങനെ ചെയ്യാറില്ലേ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സത്യം പറയണേ. എന്നോട് പലരും വന്ന് പറയാറുണ്ട്, മാഡം എനിക്ക് അടുത്ത വർഷം വീടിന് ലോൺ എടുക്കണം, അതുകൊണ്ട് ടേൺ ഓവർ കൂട്ടി കാണിക്കേ. ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പ്രശ്നം അറിയോ? ഇങ്ങനെ ജമ്മലിക്കൊന്നും കയറാൻ പറ്റാണ്ടാവും. GSTയിലെ ടേൺ ഓവറും ഇൻകം ടാക്സിൻ്റെ ടേൺ ഓവറും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് ജെമ്മിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റക്ക് ആവും സാധനം. ജെമ്മിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഫാൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. 6 മന്ത്സിലേക്ക് അത് ബ്ലോക്ക് ചെയ്യും നിങ്ങളെ. അത്രയ്ക്കും എന്താ പറയുക, ഡിജിറ്റലൈസേഷനാണ്. നമ്മളിട്ട ഡ്രസ്സ് വരെ ലിങ്ക്ഡ് ആണ്. am I right? So please make sure that whenever you're giving the data, പെർഫെക്റ്റ് ആയിരിക്കണം ഡോക്യുമെൻറ്റേഷൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻഡ് അഗെയിൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ്. നമ്മളെല്ലാവർക്കും സിബിൽ അറിയാം അല്ലേ? നിങ്ങൾക്കറിയോ നിങ്ങളുടെ കമ്പനിക്ക് ഒരു സിബിൽ ഉണ്ട്? അറിയോ? ഇല്ല. GSTക്ക് ഒരു റേറ്റിംഗ് ഉണ്ട് നമ്മുടെ കമ്പനിക്ക്, അറിയോ? ദിസ് റേറ്റിംഗ് ഇസ് ഈ റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മളുടെ ലോൺ സബ്സിഡീസ്, ഓക്കെ, ഇൻട്രസ്റ്റ് സബ്സിഡിയൊക്കെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ഈ GST റേറ്റിംഗ് വെച്ചിട്ടാണ് ഇനി നമുക്ക് കിട്ടുക. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതിന് കേരള കൊമേഴ്ഷ്യൽ ടാക്സ് .gov.in എന്ന് പറഞ്ഞ സൈറ്റ് കയറിയിട്ട് GST റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്യുക ആൻഡ് യു ഗീവ് യുവർ GST നമ്പർ, കേരള കൊമേഴ്ഷ്യൽ ടാക്സ് .gov.in, കൊമേഴ്ഷ്യൽ ടാക്സ് .gov.in. ഇതിൽ കയറിയിട്ട് GST റേറ്റിംഗ് നിങ്ങൾ കൊടുത്തു നോക്കൂ, നിങ്ങളുടെ റേറ്റിംഗ് അറിയാൻ പറ്റും. ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നറിയോ? ഓൺ ടൈം ഫയലിംഗ്. നമ്മൾ അനാവശ്യമായിട്ട് വീട്ടിലെ TV, ഞാനൊരു കൺസൾട്ടൻസി ഫേമാണ് റൺ ചെയ്യണേ. സോ ഞാൻ വീട്ടിലെ TV കേടു വന്നു, TV വാങ്ങിച്ചു. അപ്പോൾ ലുലുവിൽ പോയപ്പോൾ ലുലുവിൽ ആൾ ചോദിച്ചു, ഡു യു ഹാവ് GST? കൊടുക്കണോ? ആരൊക്കെ പറയണോ കൊടുക്കണം എന്ന്? ഞാനൊരു കൺസൾട്ടൻസി ഫേമാണ് റൺ ചെയ്യണേ. എൻ്റെ വീട്ടിലത്തെ TV കേടായി. ഞാൻ ലുലുവിൽ പോയി TV വാങ്ങിക്കാൻ പോയപ്പോൾ ആ ബില്ലിങ് സെക്ഷനിൽ അവർ ചോദിച്ചു, മാഡം GST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണോ? അതെ, കറക്റ്റ്. കാറിന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 2017 GST വന്നപ്പോൾ എല്ലാവരും കാറ് വാങ്ങിച്ച ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല.
വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ, അതിൽ കണ്ടീഷൻസ് അപ്ലൈ ഉണ്ടായിരുന്നു. 7 സീറ്റർ എബവ്. എല്ലാവരും പോയി ബെൻസ് എടുത്തു. ഇപ്പം എല്ലാവരും നോട്ടീസ് വന്നിട്ട് ആകെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ. അപ്പം നമ്മൾ റൂൾസ് വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ടാണ് ചെയ്യുക. ഇതിലെല്ലാം നമ്മുടെ റേറ്റിംഗ് താഴേക്ക് പോകും. നമ്മൾ ആരോടൊന്നും പറയണ്ട, ദേ നോ ഇറ്റ്. നിങ്ങൾക്കറിയില്ലോ അല്ലേ, ലാസ്റ്റ് മന്ത് ഓൺവേഴ്സ് സ്റ്റോക്കും കൂടി പിടിക്കാൻ തുടങ്ങിയവർ. GST ആർക്കൊക്കെ ഉണ്ട്? മെജോറിറ്റി ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ GST? യെസ്, യു നോ ഇറ്റ്. ലാസ്റ്റ് മന്ത് ഫയലിംഗ് സമയത്ത് ഈ മാസം സ്റ്റോക്കുമേ കയറി പിടിച്ചിട്ടുണ്ട് അവർ. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. സോ ഇപ്പോൾ ഇതിലെല്ലാം നമ്മുടെ റേറ്റിംഗ് താഴേക്ക് പോകും. ഓക്കെ, സോ ഈ റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മളുടെ മുന്നിലേക്കുള്ള സംരംഭക യാത്ര സുഗമമാവുള്ളൂ. ക്ലിയർ? സോ അഗെയിൻ കം ബാക്ക് ടു ജെം. ജെമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ രജിസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞു തന്നു, സ്റ്റക്ക് ആവുന്ന 2 സ്ഥലമാണ്. ഒന്ന് നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST, പിന്നെ പാൻ വാലിഡേഷൻ. ഇതെല്ലാം കഴിഞ്ഞു. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം OTP വഴിയായിരിക്കും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ആരും ഈ ഫോൺ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ആൾക്കാരോ മെയിൽ ID മാറ്റുന്ന ആൾക്കാരോ, ഒരു വൺസ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ ജെം യു വോണ്ട് ബി ഏബിൾ ടു ചേഞ്ച് ദ മൊബൈൽ നമ്പർ ആൻഡ് മെയിൽ ID. ഓക്കെ, അപ്പോൾ അതിനൊരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ആഡിങ് ആണ്. ഓക്കെ, ഇതിലൊരു നിയർലി 2 lakhs എബവ് പ്രോഡക്റ്റും സർവീസസും ജെമ്മിൻ്റെ ഇതിലുണ്ട്. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഓരോ സർവീസസ്, ഇപ്പോൾ നമ്മുടെ എന്താ സർവീസാന്നുള്ളത് എനിക്കാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. എൻ്റെ സർവീസസ് എന്താ. യാ ആ ആ ആ അറിയാൻ കഴിഞ്ഞ സാധാരണ ഒരു എന്റർപ്രണർക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് അല്ല അതിനുള്ളത്. അതിൽ തന്നെ ഒരു ഫ്രീ ട്യൂട്ടോറിയൽ ഉണ്ട്, വീഡിയോ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ക്ഷമ വേണം, ക്ഷമയോടെ നോക്കുക, നമ്മളെ ഇന്ത്യയിലാണ് ബിസിനസ് ചെയ്യുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ക്ഷമയില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർ എൽസ് യു ഗിവ് ഇറ്റ് ടു സം പ്രൊഫഷണൽസ്. മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഡൂയിങ് ഇൻ എ പ്രോപ്പർ വേ. കാരണം ഇതെല്ലാം മിക്കവാറും വരുന്നത് ഗുജറാത്തിൽ നിന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ ഗുജറാത്ത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ നിന്ന് കുറേ പൈസ വാങ്ങിച്ച് വീണ്ടും കുറേ സംഭവങ്ങൾ പെൻഡിങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള ട്യൂട്ടോറിയൽ ആദ്യം കയറി നോക്കി. ഇപ്പോൾ യൂട്യൂബൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് ആരോടെങ്കിലും നോക്കി മനസ്സിലാക്കി ചെയ്യാൻ പറയാം. അതാ ഞാൻ പറയാൻ വന്നേ. യെസ്, അതിൻ്റെ താഴെ കറക്റ്റ് പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ മെയിൻ ആളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. യു ക്യാൻ ഷെയർ സംതിങ്. എങ്ങനെയുണ്ട് ജെമ്മിലെ ബിസിനസ്? നിങ്ങൾക്കറിയോ വെണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് MSME നടത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പോയിട്ടുണ്ടോ? ബിക്കോസ് ഓഫ് കീഡ് അല്ലേ. ഇത് നമ്മളറിയാതെ പോകുന്ന നമ്മുടെ മാത്രം പ്രശ്നം കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല, ആരും പറയാനും ഉണ്ടാവില്ല, നിങ്ങളെ വന്ന് പഠിപ്പിച്ചു തരാനും ആരും ഉണ്ടാവില്ല. പേപ്പറിൽ ഒരു 1/2 പേജ് ഉണ്ടാവും, റേഡിയോയിൽ എവറി നൗ ആൻഡ് ദെൻ അവർ പറയുന്നുണ്ടാവും, പ്ലീസ് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കം ടു വെണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എങ്ങനെ നടത്തും? ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും റെയിൽവേ, ഷിപ്പ് യാർഡ്, പോർട്ടർസ്റ്റൊക്കെ ഓൺ ടൈം. അപ്പം തന്നെ നിങ്ങളൊരു ജെമ്മാണോ, ജെം രജിസ്റ്റേർഡ് ആണോ, അപ്പം തന്നെ ബിസിനസ് കൊടുക്കുക. ഹൗ ഈസി ഇറ്റ് ഈസ്. നെറ്റ്വർക്കിംഗ്, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നെറ്റ്വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഗവൺമെൻറ് ഡിഫൻസിൻ്റെ ആൾക്കാരൊക്കെ മെനക്കെട്ട് ഇതിന് വേണ്ടി വരിക. ഷിപ്പ് യാർഡിൽ നിങ്ങൾക്കറിയോ INS വിക്രാന്ത്, നിങ്ങൾ അത് പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ചെറിയ മൈക്രോ ഏജൻസ് വരെ അതിൻ്റെ ഒരു പാർട്ടായി. എങ്ങനെയായത്? ത്രൂ ജെം. ഓക്കെ, ഓൺലി തിങ് ഈസ് ക്വാളിറ്റി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സർവീസസിൻ്റെ ക്വാളിറ്റി, ഓൺ ടൈം ഡെലിവറബിൾ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് നമ്മളതിൽ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും. 6 months യു വിൽ നോട്ട് ബി അലൗഡ് ടു ഡു എനി ബിസിനസ്. സോ അത്രയ്ക്കും സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ബിസിനസ്സിനെ കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് n number of opportunities in GEM. അതെ അതെ, ഏതാ ഇല്ല, അതിപ്പോൾ പറഞ്ഞു തരികയാണ്. ഉദ്യം രജിസ്ട്രേഷൻ എടുത്തതിൻ്റെ 3ാമത്തെ സപ്പോർട്ടാണത്. ഇഫ് യു ആർ എൻ എ മൈക്രോ എൻ്റർപ്രനർ, ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ട്, യു ഡോണ്ട് നീഡ് ടു പേ EMD, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ടെൻഡർ മണി ആവശ്യമില്ല. ഇതൊക്കെ ഉദ്യം രജിസ്ട്രേഷൻ്റെ പ്രിവിലേജിൽ ഒരെണ്ണമാണ്. ഓക്കെ,
നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഫൈൻ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ അവർ പറയുന്നത് വളരെ കൃത്യയിൽ വായിച്ചു നോക്കിയിട്ട് വേണം നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ. ആൻഡ് ഇൻക്ലൂഡിങ് GST ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, GST എക്സ്ട്രാ എന്നല്ല, GST ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സർവീസസും പ്രോഡക്റ്റും അതിലുണ്ട്. സപ്പോസ് നമ്മൾ പറയുന്ന ടെർമിനോളജി ആവണം അതിൽ നിന്ന് അറിയില്ല, കാരണം അത് മേ ബി ഇൻ എ ഡിഫറെൻറ്റ് ഇതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്റ്റസിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാം, ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. ഓൺ ടൈം സപ്പോർട്ടാണ്. ആൻഡ് ഇനി നിങ്ങൾ പറയുന്നു നമ്മുടെ സർവീസസ് ജെമ്മിൽ കാണുന്നേ ഇല്ല. ഈ ഒരു 6 months ബാക്ക് വരെ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളുടെ ബയ്യർ ആരാണോ അവരുടെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസസോ ആഡ് ചെയ്യാൻ പറയാം. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് അതിൻ്റെ അധികാരം തന്നു. നമ്മുടെ സർവീസസോ പ്രോഡക്റ്റോ എന്താണെന്ന് നോക്കി നമുക്ക് അവർക്ക് മെയിൽ അയക്കാം ജെമ്മിലോട്ട്, പ്ലീസ് ആഡ് മൈ സർവീസ്. ഓക്കെ, ഇതെല്ലാം ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുക. ഓക്കെ, ഇനി അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സപ്പോസ് നിങ്ങളൊരു മെയിൽ അയച്ചു, റിപ്ലൈ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? യെസ്, യൂസ് ചാമ്പ്യൻസ്, ഇമ്മീഡിയറ്റ് റിപ്ലൈ ആണ്. ഓക്കെ, സോ പ്രോഡക്റ്റ് ആഡിങ്ങിൻ്റെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ നമ്മളൊരു 4 ക്വാഡ്രൻറ്റ് 1, 2, 3, 4 അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ക്വാഡ്രൻറ്റ് 1 എന്ന് പറഞ്ഞാൽ ഓൺലി OEM, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിന് മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഡിഫെൻസിൻ്റെയൊക്കെ പല പ്രോഡക്റ്റുകൾ നിങ്ങൾക്കറിയാം, സേഫ്റ്റി മെഷേഴ്സൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ആ സ്പെസിഫിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കതിൽ കയറാൻ പറ്റുക. അതുകൊണ്ട് ജെമ്മിൻ്റെ ക്വാഡ്രൻറ്റ് 1 കാറ്റഗറിയിൽ ഓൺലി മാനുഫാക്ചേഴ്സിനെ കയറാൻ പറ്റുള്ളൂ. ക്വാഡ്രൻറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ പ്ലസ് അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ലേ? അങ്ങനെയല്ലേ? നമ്മളിപ്പം ലിസ്റ്റഡ് കമ്പനീസൊക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും വിൽക്കാൻ പറ്റുമോ? അങ്ങനെ. ക്വാഡ്രൻറ്റ് 3 എന്ന് പറഞ്ഞാൽ OEM പ്ലസ് ഓതറൈസ്ഡ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഡീലേഴ്സ് പ്ലസ് അവർ ചെയ്തിട്ടുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടാവും, അവർക്കും ചെയ്യാം. ക്വാഡ്രൻറ്റ് 4 നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ അറ്റ് ഓൾ. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ക്വാഡ്രൻറ്റ് 5 ഒക്കെ ഉണ്ട്. 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനത്തെ അസോസിയേഷൻസിന് വേണമെങ്കിൽ അതിൽ മെമ്പർ ആവാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അതിൽ മെമ്പറായിട്ട് ചെയ്യാം. പിന്നെ ക്വാഡ്രൻറ്റ് 6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ODOP 1 district 1 product. അറിയില്ലേ അത്? അറിയില്ല? ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും ജെമ്മി കൂടെ ചെയ്യാം. ആ പ്രോഡക്റ്റിന് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗ്രാൻഡായിട്ടും, ഗ്രാൻഡ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തിരിച്ചടയ്ക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാൻഡൊക്കെ കിട്ടണമെങ്കിൽ എന്താ വേണ്ടിയറിയോ? നമ്മളുടെ സിവിൽ പ്ലസ് കമ്പനിയുടെ സിവിൽ പ്ലസ് GST റേറ്റിംഗ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ? സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രിവിലേജ് ഉണ്ട്. ആൻഡ് അഗെയിൻ ലേഡീസ്, നമ്മൾക്ക് അതിനേക്കാളും നല്ല പ്രിവിലേജാണ്. ഓക്കെ, ഇവരുടെ റേറ്റ് സെയിം പ്രോഡക്റ്റ് ഇപ്പം ഞാനും ചെയ്യുന്നത്, സാറും ചെയ്യുന്നുണ്ട്. ആൻഡ് യുവർ റേറ്റ് ഈസ് ഹയർ, മച്ച് ലോവർ ദാൻ മൈ റേറ്റ്, ബട്ട് ഐ വിൽ ഗെറ്റ് ദ പ്രിവിലേജ് ബിക്കോസ് ഐ ആം എൻ വിമൻ. സോ ആ പ്രിവിലേജ് ജെമ്മിലുണ്ട്. ഓക്കെ, സോ ഒരു ഷോർട്ടൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മിൽ നടക്കാത്ത ഒരു പരിപാടിയില്ല. ടേക്ക് എനിത്തിങ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിലേക്ക് അവർക്ക് 100ഓളം ആൾക്കാരെ വേണം, റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ എല്ലാം കോൺട്രാക്റ്റ് അല്ലേ? നേവൽ ബേസിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് എഗെയിൻ ത്രൂ ജെം. ആൻഡ് ഈ മാൻ പവർ ഇതിലൊക്കെ നമുക്കൊരു 3.58% ഒരാളുടെ നിന്ന് നമുക്ക് കിട്ടും പ്രോഫിറ്റ്, അതർ ദാൻ PF ആൻഡ് ESI. നിങ്ങൾക്കറിയാലോ അല്ലേ? ഈ ലേബർ കോൺട്രാക്റ്റിൽ നമുക്കറിയാലോ അല്ലേ, ESI ആൻഡ് PF കമ്പൽസറി. അത് ഗവൺമെൻറ് നമുക്ക് പൈസ തരും. അതിന് പുറമെയാണ് നമുക്ക് ഈ കമ്മീഷൻ കിട്ടുന്നത്. സോ യു ടേക്ക് എനി പ്രോഡക്റ്റ് ഓർ സർവീസസ്, ദ ആൻസർ ഇസ് ദെയർ ഇൻ ജെം. അതെ, നിങ്ങൾ ഇൻവോയ്സ് ജെമ്മിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പേയ്മെൻറ്റ് അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനാണ് ബാങ്ക് അപ്ഡേഷൻസ്. പിന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ഡെപ്പോസിറ്റ് അവർ ചോദിക്കും ബേസ്ഡ് ഓൺ യുവർ ടേൺ ഓവർ. അത് ഒരു 2000 തൊട്ട് 10,000 വരെ മാക്സിമം ഉള്ളൂ. ഓക്കെ, അതെ. സോ ടൈം ആയോ? എൻ്റെ ടൈം ആകുമ്പോൾ പറയണേ, സോറി.
ഇല്ല, ഓക്കെ. സോ ജെമ്മിൽ ഇപ്പം ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു ഔട്ട് ഓഫ് ദ വേ സബ്ജക്റ്റ് പോവുകയാണ്. നമ്മൾ ഈ കോർപ്പറേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു വറി എന്തായിരിക്കും? കോർപ്പറേറ്റ് ഐ എം ടെല്ലിങ് അബൌട്ട് പേയ്മെൻറ്റ് അല്ലേ? അതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ, ട്രെഡ്സ്, TREDS, ട്രെഡ്സ്, ട്രേഡ് ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ NHAI ഒക്കെ ഇപ്പോൾ പ്രോബ്ലത്തിൽ വന്നു അല്ലേ? ഇപ്പോൾ എത്രയോ ആൾക്കാർക്ക് മെറ്റീരിയൽ സപ്ലൈ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കിട്ടാതെ വരും. ഡു യു തിങ്ക് ദറ്റ് ദേ ക്യാൻ സർവൈവ്? TREDS, ട്രെഡ്സ്, ട്രേഡ് ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. ഇപ്പോൾ നമ്മളെ പോലുള്ള മൈക്രോ എൻ്റർപ്രനേഴ്സിൻ്റെ റൈറ്റാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിപ്പ്യാർഡായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഷിപ്പ്യാർഡിനോട് ചോദിക്കാം, ഞങ്ങൾക്ക് ട്രെഡ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ഷിപ്പ്യാർഡൊക്കെ ഓൾമോസ്റ്റ് നിങ്ങളെ വിളിച്ച് ട്രെഡ്സിൽ കയറ്റി വരും. ഞാൻ പറഞ്ഞു ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ NHAI അവർ ഭയങ്കര അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല, അറിഞ്ഞാലും അവർ ചെയ്യില്ല. ബിക്കോസ് വി ആർ ബെനിഫിഷ്യൽ ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക ട്രെഡ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം, അതിന് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഓക്കെ, TREDS, ട്രെഡ്സ് ഫോർ MSME. നിങ്ങൾ ഫോണിലൊന്ന് അടിച്ചു വയ്ക്കാൻ മതി. TREDS, ട്രേഡ് ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, സോ ഇതിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NHAI ആയിട്ട് നമ്മൾ ഡീൽ ചെയ്ത് ഒരു ബിസിനസ് ചെയ്തു, നമുക്ക് പൈസ ഒരു 4-5 കോടി കിട്ടാനുണ്ടെങ്കിൽ ട്രെഡ്സിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് 45 ഡേയ്സ് കഴിയുമ്പോൾ 45 to 60 ഡേയ്സ് ബേസ്ഡ് ഓൺ ദ എഗ്രിമെൻറ്റ്. ഇപ്പം നമ്മൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും 60 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ 60 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 45 ദിവസം കഴിയുമ്പോൾ ട്രെഡ്സിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ പേയ്മെൻറ്റ് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ എമൗണ്ട്. അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് കോർപ്പറേറ്റ് ആയിരിക്കും. ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? സോ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. പേയ്മെൻറ്റ് കളക്ഷനിൽ പ്രോബ്ലം വരുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ സാറവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്യാഷ് ഫ്ലോനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, പേയ്മെൻറ്റ് കളക്ഷൻ ലേറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്രെയിൻ ഔട്ട് ആവുന്ന വേറൊരു ഇത് അല്ലേ? അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്രെയിൻ ഔട്ട് ആവുന്ന നമ്മൾ എന്താ ചെയ്യുക? നോർമലി നമ്മൾ പോയിട്ട് ബ്ലേഡിൽ നിന്ന് ലോൺ എടുക്കും, സ്വർണം ഒക്കെ വെച്ച് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തു പോയാൽ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എൻഡ് ആൻസറാണ് ട്രെഡ്സ്, ട്രേഡ് ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. ഇത് നമ്മളുടെ റൈറ്റാണ്. നമുക്ക് അവരോട് ചോദിക്കാം, പ്ലീസ് ഒന്ന് ഇതിൽ രജിസ്റ്റർ ചെയ്യൂട്ടോ. കാരണം ഇതിൽ നമുക്ക് പൈസ ചിലവില്ല. അതിൻ്റെ എല്ലാ ഇൻട്രസ്റ്റും ബാക്കി പ്രശ്നങ്ങളും എല്ലാം ചെയ്യേണ്ടത് മറ്റേ കോർപ്പറേറ്റ്സിനായിരിക്കും റെസ്പോൺസിബിലിറ്റി വരിക. ക്ലിയർ? ഇനി എന്തെങ്കിലും ഔട്ട് ഓഫ് സബ്ജക്റ്റ് പറയേണ്ട ഒരു സാധനം കൂടെ, മൈ MSME എന്ന് എടുക്കാമോ ഫോണിൽ? നിങ്ങൾക്കറിയോ ഉദ്യം രജിസ്ട്രേഷൻ്റെ വേറൊരു ഗുണമാണ് ട്രേഡ് മാർക്ക്, ബാർകോഡിങ്, പേറ്റൻ്റ് ഒക്കെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. നിങ്ങൾക്കറിയാലോ? അറിയോ? ഹാ, ഗവൺമെൻറ് റേറ്റ് ഫുള്ള് കിട്ടും. മൈ MSME എടുത്തായിരുന്നു ആരെങ്കിലും? ക്യാൻ യു ഷോ മീ ദ ഫോൺ സ്ക്രീൻ? ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് സൈറ്റ് മിക്കവാറും കിട്ടില്ല, വേറെ പല സൈറ്റുകളും കയറി വരും. അപ്പോൾ ശ്രദ്ധിക്കണം. മൈ MSME, my.MSME അടിച്ചോളൂ. അല്ലെങ്കിൽ ഓൺ ആവണില്ല, ലോഡ് ആവണില്ലേ? യെസ്, അതാണല്ലോ. നിങ്ങൾക്കിവിടെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ആ സ്ക്രീൻ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണിച്ചു തരണം. അത് നോക്കിക്കഴിഞ്ഞാലേ അതിൽ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ആപ്പ് പോലെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, കിട്ടിയോ ആർക്കെങ്കിലും? ഇല്ല. my.MSME അത് നോക്കിക്കോളൂ. അപ്പോൾ അതിൽ ഫുള്ളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇത് എന്ത് റീഇംബേഴ്സ്മെൻറ്റ്, എങ്ങനെ പോകണം, ലോൺ എന്തൊക്കെയുണ്ട്, നമ്മളുടെ എലിജിബിലിറ്റി ഓഫ് ലോൺ, എവറിത്തിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദാറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ആ ഓരോ ബോക്സും നിങ്ങൾക്കുള്ള നോളജ് ബോക്സാണ്, അപ്ഡേഷൻസാണ്. യെസ്, അതിൽ IPR എന്നുള്ളൊരു ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രേഡ് മാർക്ക്, ബാർകോഡിങ്ങിൻ്റെയൊക്കെ റീഫണ്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വേറെ എന്തിലേക്കും പോകരുത്, അതിലൊന്നും പൈസ ചോദിക്കില്ല. ദാറ്റ്സ് എ ഗവൺമെൻറ് സൈറ്റ്. ക്ലിയർ?
ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് MSME പ്രോജക്റ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് 100-ലധികം പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് കിട്ടും. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമ്പനിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഫ്രീ ആയിട്ട്. ഗവൺമെൻറ് ഇസ് പ്രൊവൈഡിങ് യു ദ ഫോർമാറ്റ്. ജസ്റ്റ് ഫിൽ ദ ഫിഗേഴ്സ്, ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ആൻഡ് ഗീവ് ഇറ്റ് ടു ബാങ്ക്. നല്ലതാണോ? MSME പ്രോജക്റ്റ് പ്രൊഫൈൽ എന്ന് അടിച്ചു വയ്ക്കേ. നിങ്ങൾ ഇവിടെ നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പ്രോജക്റ്റ് പ്രൊഫൈൽ ദാറ്റ് ഈസ് മൈ MSME. യെസ്, ക്ലിയർ? അല്ല, ട്രേഡ് മാർക്കിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഫീസ് ഉണ്ടല്ലോ, 4500 to 5000 രൂപ വരും. ആ എമൗണ്ട് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. ഓക്കെ. പിന്നെ ഈ ജെമ്മിൻ്റെയും നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും കേട്ടോ. ഇടയിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിനൊക്കെ വേണ്ടി പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ആരെങ്കിലും ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോകും. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് എ പ്രൊഫഷണൽ ബിക്കോസ് ഐ എം ഓൾസോ ഡൂയിങ് ദ സെയിം വർക്ക്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. യെസ്. ഇനി ഒരു സൈറ്റും കൂടി പറഞ്ഞുതരാം, IID.org. ടൈമായ പറയണേ, സോറി. അയ്യോ, IID.org. അതിൽ പക്ഷേ നിങ്ങൾ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ യു വിൽ ഗെറ്റ് ഫുൾ. ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് വേണോ, നോക്കിക്കോളൂ. അതിൽ ഐഡിയ കിട്ടും. അതിൽ ഇംപ്ലിമെൻറ്റേഷൻ എത്ര കോസ്റ്റ് വരും, എത്ര ലേബർ വേണം, എന്ത് ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഏത് മെഷീനറി വേണം, എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിൽ മിനിമം ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഹൗ മച്ച് യു വാണ്ട് ടു ഡു, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദറ്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉദ്യമ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രം കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഇനി വൺ മോർ തിങ്, ലോണിന് വേണ്ടി നിങ്ങളാരും ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. PSB 59 minutes. ഒന്ന് നോക്കിയേ, പബ്ലിക് സെക്ടർ ബാങ്ക് 59 minutes. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പേപ്പറിലൊക്കെ. എന്ത് പറ്റി? വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഡൽഹി നിങ്ങളെടുത്ത് നോക്കൂ. അതിൽ ഇഷ്ടം പോലെ നിങ്ങൾ ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ, നമ്മൾക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിൽ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കോഴ്സസ് ഉണ്ട്. യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ആഡ് ഓൺ ആണ്, ലോണും സപ്പോർട്ടും ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാലിഡ് ആണ്. യെസ്. പിന്നെ സ്വയം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അറിയാലോ. ഈവൻ യു ക്യാൻ ഡു സോ മെനി കോഴ്സസ് ഇൻ IIM ബാംഗ്ലൂരിൻ്റെയൊക്കെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ഫിസിക്കലി പഠിക്കാൻ ചിലപ്പോൾ നമ്മുടെ സമയം അനുവദിക്കില്ല. പക്ഷേ സ്റ്റിൽ ഒരു ലേണിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്, ഗോ ടു സ്വയം, എൻറോൾ ഇറ്റ്. ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്, അക്കൗണ്ടിങ്, ഹൗ ടു മാനേജ് യുവർ ഫിനാൻസ്. ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി ക്യാഷ് ഫ്ലോ, ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, എവറിത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ സിമ്പിൾ. ഇത് ഓൺലൈൻ സെഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. മെജോറിറ്റി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും അതിൽ ഫ്രീ ആണ്. ഓക്കെ. സ്വയം മറ്റേത് നോക്കിയല്ലോ അല്ലേ, PSB പബ്ലിക് സെക്ടർ ബാങ്ക് 59 minutes. 59 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ലോൺ എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഇരുന്ന് ടൈം നോക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റി ഉണ്ട്. അതിൽ പൈസ ചോദിക്കില്ല കേട്ടോ. ഈ പറഞ്ഞ സൈറ്റിലൊന്നും പൈസ ചോദിക്കില്ല. ഓൺലി ഇൻ ജെമ്മിൽ മാത്രം നിങ്ങളുടെ ഡെപ്പോസിറ്റ് ചോദിക്കും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ടേൺ ഓവർ. എവിടെയെങ്കിലും നിങ്ങളോട് അതല്ലാതെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഇൻ ടു ദ കറക്റ്റ് സൈറ്റ് എന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കിക്കോളാം. ബിക്കോസ് എല്ലാവരുടെയും നിങ്ങളുടെ ആധാറും പാനും ഉദ്യമ രജിസ്ട്രേഷനും കൊടുക്കണം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഓൺലൈൻ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എന്നിട്ട് എല്ലാ സൈറ്റിലും കയറി നോക്കരുത് പ്ലീസ്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഞാൻ ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. അപ്പോൾ ഈ 59 മിനിറ്റ്സിൽ നോക്കിയല്ലോ അല്ലേ, അതിൽ കയറി നിങ്ങൾക്ക് എലിജിബിലിറ്റി എത്ര കിട്ടും, നിങ്ങൾക്ക് പറ്റുന്ന ലോൺ ഏതാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ബാങ്കിൽ പോകും. ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് എൻ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ. ഓക്കെ. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടലാണ്.
നിങ്ങൾക്ക് ഇൻബോക്സിലേക്ക് ഒരു ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ലെറ്റർ കിട്ടും. ആ ലെറ്ററും കൊണ്ട് യു ഗോ ടു ബാങ്ക് മാനേജർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ റിജക്റ്റ് ചെയ്താൽ ഇൻ റൈറ്റിങ്ങിൽ തരുന്ന പ്രൊവിഷൻ ഉണ്ട് അവർക്ക് അതിൽ. സോ മിക്കവാറും ഇപ്പോൾ നടക്കുന്നതെല്ലാം അങ്ങനെയാണല്ലോ. മാനേജർമാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവാതെ അവർ പറയും ഈ പ്രോജക്റ്റൊന്നും തരാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ കേസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണിത്. ക്ലിയർ? ഇനി ഒരു കാര്യം പറയാം. സമാധാനം വേണോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുമ്പോൾ? അല്ലേ? അറിയാലോ അല്ലേ എന്തായിരിക്കും പോർട്ടൽ? യെസ്, MSME സമാധാനം തരുന്ന പോർട്ടലാണ്. നമ്മളെപ്പോലുള്ള നമ്മൾ തമ്മിലിപ്പോൾ ഒരു ബിസിനസ് ചെയ്തു, എനിക്ക് പൈസ നിങ്ങൾ തന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ 45 days കഴിയുമ്പോൾ യു ക്യാൻ ജസ്റ്റ് അപ്ലോഡ് യുവർ ഇൻവോയ്സ് ടു ദ MSME സമാധാൻ പോർട്ടൽ. ജസ്റ്റ് സ്പെൻഡ് 1500 rupees. അത് ഒരുപാട് കാര്യങ്ങൾ തീർപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലീഡിങ് ചാനൽ 4.5 കോടി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു എൻ്റെ ഒരു ക്ലയൻറ്റിന്. സോ ഇതൊന്നും തമാശയല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയുകയാണ്. നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യണം. 45 days കഴിഞ്ഞിട്ടും പൈസ തരാത്ത ഒരു ബിസിനസ് നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെല്ലാവരും ഡിസിപ്ലിൻ ആയാലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ പേടി വരുന്നത് പേയ്മെൻറ്റ് കളക്ഷനാണ്. സോ പക്കയായിട്ട് GSTയും ഇൻകം ടാക്സും കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു മൈക്രോ അല്ലെങ്കിൽ MSMEക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ സമാധാനം കിട്ടുന്നു. ക്ലിയർ? സോ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എനിക്കൊന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യോ പ്ലീസ്? എനി ഡൗട്ട്സ്? എന്തെങ്കിലും യൂസ് ചെയ്യണം, ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുമോ? ഞാനിങ്ങനെ പല ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ആ വഴിക്ക് വരുന്നത് ഒരു 100 പേരിൽ ഒരാളായിരിക്കും തിരിച്ചു വരിക, മാം ഇത് വർക്ക് ആവണില്ല എന്ന്. അപ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ഒരാളെ റിവേർട്ട് ചെയ്യാറുള്ളൂ. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഓൾ വിൽ യൂസ് ഇറ്റ്. അത് യൂസ് ചെയ്യണമെങ്കിൽ ഗുഡ്. ഞാൻ ഇന്ന് വന്നത് നന്നായി എന്ന് എനിക്ക് ഫീൽ ചെയ്യും. ഐ ആം സാറ്റിസ്ഫൈഡ് ദെൻ. പ്ലീസ്, ആൻഡ് നിങ്ങൾ മാത്രമല്ല, please give it to others also who are not here in the room. Please share with them also, please. Okay? So GEMൽ എനിക്ക് ഇത്രയേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, കാരണം ഈ 1 hour കൊണ്ട് തീർക്കാൻ പറ്റില്ല. ദർ ഇസ് എ PPT, പക്ഷെ അത് ഭയങ്കര വൈഡായിട്ടുള്ളൊരു സംഭവമാണ്. യാ സോ എനിക്ക് ജെമ്മിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ന്യൂട്രീഷൻ വാല്യൂ അടക്കമുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇതിൽ കൊടുക്കേണ്ടി വരും. നിങ്ങൾ OEM ആണെന്ന് പ്രൂവ് ചെയ്യണ എന്താ ഉള്ളത്? നിങ്ങൾക്ക് ലോക്കൽ ബോഡി അതെ, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് മതി, വേറെ ഒന്നും വേണ്ട, അത് മതി. യെസ്, സി ആ ഒരു ഡൗട്ട് വളരെ നല്ലതാണ്. നമ്മൾ എപ്പോഴും നെക്സ്റ്റ് വേറൊരു ഈസി സാധനം ഉണ്ട്, നിങ്ങൾക്കറിയോ? K-Swift അല്ലേ? OEM ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആ ഒരൊറ്റ പേപ്പർ മതി കയറാൻ. വേറെ ഒന്നും നിങ്ങളോട് കൂടുതൽ ചോദിക്കില്ല. സ്പൈസസ് ഒക്കെ ഇഷ്ടം പോലെ ആവശ്യമുണ്ട് കേട്ടോ. ഫുഡ് കോർപ്പറേഷൻ, എക്സ്പോർട്ട്. പേയ്മെന്റ് പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ കൺസേൺസ് ഇല്ലാത്തൊരു സപ്ലയർ ഇവരാണ് നമുക്കും വേണ്ടത്. ഡു ഇറ്റ് ഇൻ GEM 100%. ഐ ആം ടെല്ലിങ് യു. ആരും ഇതുവരെ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. യു വിൽ ഗെറ്റ് ഇറ്റ് ദ പേയ്മെൻറ്റ് ഓൺ 15th day. ക്വാളിറ്റി ഓൺ ടൈം ഡെലിവറി, അതിലൊന്നും ഒരു കോംപ്രമൈസിങ്ങും ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി ഗവൺമെൻറ് അല്ല. സി നിങ്ങൾ ഈ പ്രോഡക്റ്റോ സർവീസസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ നടക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിലിലേക്കും നിങ്ങളുടെ ഫോണിലേക്കും ഇൻറ്റിമേഷൻ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറീസയിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ഇത്ര അധികം സ്പൈസസ് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് കയറി, കാരണം നമ്മൾ തപ്പി എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻബോക്സിലേക്ക് ആ പെർട്ടിക്കുലർ ലിങ്ക് മാത്രമേ വരുള്ളൂ. കച്ചട മെയിൽ വന്ന് നമ്മുടെ ഇൻബോക്സ് ഫുള്ള് നിറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ ഒരു പ്രോസസ്സും ഇല്ല. ദാറ്റ് ഈസ് വൈ ദേ ആർ ടെല്ലിങ് ദാറ്റ് വാട്ട് എവർ ദ സർവീസസ് ഓർ പ്രോഡക്റ്റ് യു ആർ മെയിൻറ്റെയിനിങ്, യു ജസ്റ്റ് അപ്ലോഡ് ദ സർവീസ് പക്കയായിട്ട്. അത് കയറി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഇൻറ്റിമേഷൻ. ആൻഡ് ഇതൊന്നും നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ലാപ്പിൽ തന്നെ ചെയ്യണം. ക്വാണ്ടിറ്റി ബൾക്കായിരിക്കും. സി അതിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ.
ടണ്ണാണ് റിക്വയർമെന്റ് ഇട്ടിരിക്കുന്നത്. ഹൈ കപ്പാസിറ്റി സേ 1 കിലോവാട്ട് കഴിഞ്ഞിട്ട്. സോ അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല. എന്റെ ഡിമാൻഡ് ആയിട്ട്. അപ്പം നമ്മൾക്ക് കൊളാബറേഷൻ പോവാലോ. ഈ ജെമ്മിനെ പറ്റി അറിയാത്ത എത്ര പാവം പിടിച്ച ഫാമേഴ്സ് ഉണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലായി. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുടെ ബിസിനസ് സ്കെയിലിംഗ് അപ്പം കൂടി ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടി അവിടെ നമ്മൾ ചെയ്യാണ്. വി ആർ സപ്പോർട്ടിങ് ദം അല്ലേ? വി ആർ ബൈയിങ് ഫ്രം ദം ആൻഡ് ഗിവിങ് ടു ഗവൺമെൻറ്. കാരണം അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇപ്പോൾ ഈ സ്പൈസസിൻ്റെയൊക്കെ ഇത് പറയുമ്പോൾ അഗ്രികൾച്ചറൽ ചെയ്യുന്ന ഫാമേഴ്സിനെ സംബന്ധിച്ച് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ വുഡ് ഹാവ് ഫയലിംഗ് ദിസ് IT GST അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓടിപ്പോവും. കറക്റ്റ്. സോ നമ്മൾ ഒരു ലെവലിൽ മേലെ നിൽക്കുന്നതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് ഹാൻഡ് ഹോൾഡ് ദം. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ലാസ്റ്റ് 5 years ട്രെൻഡ് എങ്ങനെയാണ്, the requirement is increasing, എങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്, ഒരു അനാലിസിസ് റിപ്പോർട്ട് കിട്ടാനുള്ളതാണ്. അതൊന്ന് കയറി നോക്കേണ്ടി വരും. ഞാനത് നോക്കിയിട്ടില്ല. ബിക്കോസ് ഫോർ സ്പൈസസ് ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 years ഡിമാൻഡ് എങ്ങനെയായിരുന്നു, ഏത് ക്വാണ്ടിറ്റിയാണ് വന്നത്, അത് നോക്കേണ്ടി വരും കേട്ടോ. സോറി, അത് ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു 1000-ത്തിലധികം ആൾക്കാർ ഈ ബിഡിനും വരും രജിസ്ട്രേഷനും വരും. സോ ഐ നോ ഇറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് ദെയർ. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ സർവീസ് ആണെങ്കിലും ഒരുപാട് സ്ഥലത്ത് ഞാനായിട്ട് വേണ്ട വെക്കണം. നമുക്കിങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ചിലപ്പോൾ നമുക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ യു ലീവ് ഇറ്റ്. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ഇറ്റ്. നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, അതാണ് പറയണത്. ആൻഡ് ഇതുവരെ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഷിപ്പ് യാർഡിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള ആൾക്കാരില്ലേ, അച്ഛൻ മുത്തശ്ശൻ എല്ലാവരും ഷിപ്പ് യാർഡായിട്ടുള്ള കോൺട്രാക്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതൊരു ഹെറിഡിറ്ററി ആയിട്ട് വരിക. ദർ ഈസ് നോ എൻട്രി ഫോർ ഓൾ ഓഫ് എസ്, റൈറ്റ്? സോ ഈ ജെമ്മിലും കൂടി അങ്ങനെ നടക്കില്ല. അവിടെ ഇരിക്കുന്ന ഓഫീസർ ചിലപ്പോൾ മുത്തശ്ശനെ അറിയുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വി ആർ എ മൈക്രോ ഏജൻറ്റ്. പ്രത്യേകിച്ച് ലേഡീസ് നമുക്കെല്ലാം ചെയ്യാം കേട്ടോ. ഒരുപാട് ഓപ്പണിങ്സ് ആണ് നമുക്ക്. ഞാൻ പറയുന്നത് അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമെന്നുള്ളൊരു കാലമാണിപ്പോൾ. ശരിയല്ലേ? ഇപ്പോൾ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് പരിചയമുള്ള ആളായിട്ട് മാത്രമേ ഞാൻ ബിസിനസ് ചെയ്യുള്ളൂ. ഇത് ജമ്മായതുകൊണ്ട് ജമ്മിൽ അറിയണം എന്നില്ല, ഈ ആൾക്കാരൊന്നും ഇതിൽ കയറിയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് സംതിങ് ഡിഫറെൻറ്റ്. പഴയ ആൾക്കാർ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർ ഇൻകം ടാക്സിൽ കറക്റ്റ് കാണിക്കില്ല, GST കുറച്ച് കാണിക്കും, ക്യാഷായിട്ട് ചെയ്തിട്ട് കൊണ്ട് ബാങ്കിലും ഇടും. അപ്പോൾ പിന്നെ അത് വൃത്തിയായി. യെസ്. മഹാരാഷ്ട്രയിൽ ഫോർ എക്സാമ്പിൾ ഒരു സർവർ വരികയാണ്. ആ, അപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു സപ്ലയർ അവർ മാറ്റർ ഓഫ് ബിലീഫ് എങ്ങനെയാണ്? അവർക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ ഓൺലൈൻ ഇപ്പോൾ അതല്ലേ ഏറ്റവും കംപ്ലയിൻറ്റ്. ഞാൻ ബയർ സൈഡിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ കംപ്ലയിൻറ്റ് എന്താ അറിയോ, പോർട്ടറിസ്റ്റൊക്കെ ചെയർമാനൊക്കെ വിളിച്ചിട്ട് പറയും, മാഡം ഇതിൽ ആരും ഇല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് അവരെടുക്കുന്നത് ഗുജറാത്തിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെയാണ്. ദേ ആർ ഓൾസോ ഫേസിങ് ദ പ്രോബ്ലം. കാരണം ഇത് കഴിഞ്ഞ് ആഫ്റ്റർ സെയിൽ സർവീസസിന് അവരെ വിളിക്കുമ്പോൾ അവർ പിന്നെ അവിടെ നിന്ന് തോന്നുന്ന സമയത്ത് കയറി വരും. ആ സമയത്തേക്ക് ഇവിടുത്തെ പ്രോബ്ലം. അതുകൊണ്ട് അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറയുകയാണ്, ഗെറ്റ് ഇൻ ടു ദിസ് പോർട്ടൽ. കാരണം അത് ലോക്കൽ ആൾക്കാർക്കാണ് സപ്പോർട്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് ഗുജറാത്തിലെ ആൾക്ക് കൊടുക്കണമെങ്കിൽ പിന്നെന്താ? യെസ്, കോൺടാക്ട് അസ്. ആ, ഗവൺമെന്റ് അല്ലേ, അതിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഓൺലി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. വൈ യു ഡൗട്ട്? അതല്ലേ നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷനും റേറ്റിംഗും ഒക്കെ നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് വെറുതെ തരില്ല. ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ്, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ ബിസിനസ്, ഡു ഇറ്റ് വിത്ത് ജെം. ഇഫ് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് യുവർ സെൽഫ്, ഡോണ്ട് ഗോ ഫോർ ജെം. സിമ്പിൾ. ജെം is for serious business owners. It's a gem. കളി തമാശയല്ല, ജെമ്മാണ്. സോ ഏത് സർവീസാണ് വേണ്ടേ? യു ആർ ഇൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റ്? യെസ്. MSME ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്താ വെച്ചാൽ ഇതിലാരും ഇല്ല. നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇതൊന്നും ശരിയല്ല, ഗവൺമെൻറ്റേ ശരിയല്ല. ശരിയല്ലേ? ഇപ്പം എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മളറിയാതെ പോവാട്ടോ. പ്ലീസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. പൊളിറ്റിക്സ് അല്ല കേട്ടോ ഞാൻ പറയണേ നമ്മുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ വെറുതെ നമ്മൾക്ക് ചുറ്റുമുള്ള ഈ റൂമിലുള്ള മാത്രം ബിസിനസ് ചെയ്യാമെന്നാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? സ്കെയിലിംഗ് അപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇൻ്റർനാഷണൽ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ
പോയി നിങ്ങൾ കൊലാബറേഷൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെയാണ് ഉദ്യം രജിസ്ട്രേഷൻ. ഈവൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മെയിൽ വരും, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു സജഷൻ അവർ വാല്യൂ ഏൽപ്പിക്കണേ? എന്നാൽ ഇപ്പോൾ ആ സമയമാണ്. ലേഡീസ്, നമ്മൾക്ക് ഗ്രാൻഡ് ഉണ്ട് ഇഷ്ടം പോലെ. 1200 CR ഗ്രാൻഡാണ് ലേഡീസിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമ്മളാരും ഒന്നും ആവശ്യപ്പെടാൻ പോകാറില്ല. നമുക്കറിയില്ല എവിടെ പോകണമെന്ന്. ഓക്കെ, സോ പ്ലീസ് കണ്ണും ചെവിയും മനസ്സും ഓപ്പൺ ആക്കി വെക്കുക. അത്രയേ ഉള്ളൂ പറയാം. പേഷ്യൻസ്, ഡെഫിനറ്റ്ലി പേഷ്യൻസ് വേണം. ആൻഡ് ബിലീവ് ഡെഫിനറ്റ്ലി. ഒരു വിശ്വാസം ഇല്ലാത്തൊരു ഡോറ് തുറക്കുമോ? ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ആൻഡ് ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു പോളിസി ആയിരിക്കണം. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സംരംഭത്തിനെ നിങ്ങളുടെ കുട്ടീനെ പോലെ കാണണം എന്നാണ് ഞാൻ പറയുക. അത് പറഞ്ഞിട്ട് ഫുൾ ടൈം അതിൽ നോക്കിയിരിക്കണം എന്നല്ല പറയണേ. പക്ഷേ ഒരു ആർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവണം. സോ ഐ ഹോപ്പ് ദാറ്റ് കുറച്ച് സമയത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്.